നമസ്തേ. ഞാൻ ചെയ്ത മിക്ക വീഡിയോകളും ഹിന്ദു ആത്മീയതയെക്കുറിച്ചുള്ളതാണ്. അതിലെല്ലാം ഞാൻ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹിന്ദു ആത്മീയതയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുകളാണ്. അതിൽ തന്നെ പ്രമുഖമായിട്ടുള്ളത് 10 ഉപനിഷത്തുകളാണ്. അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഉപനിഷത്തിനെയും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിട്ട് അങ്ങനെ ആകെ 11 ഉപനിഷത്തുകളെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഈ 11 ഉപനിഷത്തിൽ 10 ഉപനിഷത്തുകളും ദശോപനിഷത്തുകൾ എന്ന പേരിലാണ് അവ അറിയപ്പെടുന്നത്. അവയ്ക്ക് പല ആചാര്യന്മാരും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ ഒരു അടിസ്ഥാനമായിട്ട് സ്വീകരിക്കും എന്ന് വെച്ച് ആചാര്യന്മാരോ ഗുരുക്കന്മാരോ പറയുന്ന കാര്യങ്ങൾ അപ്പടി സ്വീകരിക്കുക അല്ല ചെയ്യുന്നത്. നമ്മളുടെ യുക്തിചിന്തയ്ക്ക് അനുസരിച്ചുള്ള ഈ കാലത്തിനനുസരിച്ചുള്ള നമ്മുടെ വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ യുക്തിചിന്തയ്ക്ക് വിധേയമാക്കി സ്വീകരിക്കുക, അല്ലാത്തവ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് ഉപനിഷത്തുകളും ഗീതയും ഒക്കെ നമ്മൾ ഉപദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാർഗം പിന്തുടർന്നാൽ നമുക്ക് കാണാവുന്ന ഒരു വലിയ കാര്യമുണ്ട്, വലിയൊരു സത്യം തെളിഞ്ഞു വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപനിഷത്ത് തത്വങ്ങളെല്ലാം ഒരു ഭൗതികശാസ്ത്രം യുക്തിസഹം എന്ന് അവകാശപ്പെടുന്ന, എന്ന് പുകഴ്ത്തുന്ന അതേ ക്വാളിറ്റി ഈ പൗരാണിക ഉപനിഷത്ത് തത്വങ്ങളുമുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം അപ്പോൾ തെളിഞ്ഞു വരും. ഞാൻ ഈ ആത്മീയ പഠനങ്ങളിലേക്ക് ഞാൻ തിരിയുന്നത് 2010 എനിക്ക് ഒരു 59 വയസ്സ് പ്രായമുണ്ട്. അപ്പോഴെൻ്റെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ വീട്ടിൽ കഴിയുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങനൊരു സംഗതികളിലേക്ക് തിരിയുന്നത്. പക്ഷേ പണ്ട് മുതൽ തന്നെ ഗീതയെക്കുറിച്ച് എനിക്കറിയാം, ഗീതയെക്കുറിച്ച് ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഹിന്ദു ആത്മീയതയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്, അവയിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിപാടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഋഷികേശിലുള്ള ശിവാനന്ദാശ്രമത്തിലെ യോഗ വേദാന്ത അക്കാഡമി എന്നൊരു സ്ഥാപനം അവർ നടത്തുന്നുണ്ട്, ശിവാനന്ദാശ്രമം. അവിടെ 2 മാസത്തെ ഒരു യോഗ വേദാന്ത കോഴ്സിന് ഞാൻ ചേരുകയും അവിടെ നിന്ന് പല കാര്യങ്ങളും പഠിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മൾ ഈ ഹിന്ദു ആത്മീയതയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുക മാത്രം. അതിൽ എന്നെ പഠിപ്പിച്ചത്, അവിടെ പഠിപ്പിച്ചത് ഏറ്റവും ചെറിയ ഉപനിഷത്തുകളിലൊന്നായ കേന ഉപനിഷത്താണ്. പിന്നെ അതുപോലെ തന്നെ ഗീത തന്നെ പൂർണ്ണമായിട്ടും അവിടെ പഠിപ്പിക്കാനുള്ള സമയമില്ല. എന്ന് പറഞ്ഞാൽ ഈ 2 മാസം അതിൽ ചില പീരീഡുകൾ മാത്രമാണ് ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ പല വിഷയങ്ങളും പഠിപ്പിക്കാനുണ്ട്. നാരദൻ്റെ ഭക്തിസൂത്രം അതുപോലുള്ള പലതും അവിടെ പഠിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വലിയ ഒരു ഒരു വിജ്ഞാന ഭണ്ഡാകാരത്തിലേക്ക് ഒരു വാതിൽ തുറന്നു തരികയാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഈ അടിസ്ഥാനം, അതായത് കേനോപനിഷത്ത് എന്ന ഒരു ചെറിയ ഉപനിഷത്ത് പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ തുടങ്ങുന്ന ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ അന്ന് എനിക്ക് സംസ്കൃതം അറിഞ്ഞുകൂടായിരുന്നു. അതൊരു വലിയ ദോഷമായിരുന്നു, വലിയ ഒരു പോരായ്മയായിരുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് തർജ്ജമ ആശ്രയിക്കുക. അപ്പോൾ അവർ പറയുന്ന സംസ്കൃതത്തിൻ്റെ ശരിയായ വാക്ക് അർത്ഥമാണ് ഈ പറയുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അറിഞ്ഞുകൂടാത്തവരാണ് ഈ വർണ്ണവും ജാതിയും ഒന്നു തന്നെയാണെന്ന് പ്രചരിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടും ഈ തർജ്ജമക്കാർ വലിയൊരു പാതകം ചെയ്യുന്നത് രണ്ടും കാസ്റ്റ് എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൊതുവെ ഈ സംസ്കൃതത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്തവരെല്ലാം ഇത് രണ്ടും ജാതിയാണ് എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയിലേക്ക് പോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നതിന് ശേഷം ഞാൻ സംസ്കൃതം പഠിക്കാനായിട്ട് കുറേ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ സംസ്കൃതത്തിൻ്റെ ഒരു ബാലപാഠം, കൂടുതലൊന്നും എനിക്കറിഞ്ഞു, ബാലപാഠം, അതായത് ഗീതയും ഈ ഉപനിഷത്തുകളും അതുപോലുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളുമൊക്കെ വായിച്ച് അത്യാവശ്യം മനസ്സിലാക്കാനുള്ള ഒരു അറിവ് ഞാൻ സംസ്കൃതത്തിലും നേടുകയുണ്ടായി. അപ്പോൾ ആ അറിവുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ 11 ഉപനിഷത്തുകളും പഠിച്ചത്. അത് രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ
സ്വാമിമാരെഴുതിയ വ്യാഖ്യാനങ്ങളോട് കൂടിയാണ്. അവർ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അത് അവർ ഇംഗ്ലീഷിൽ ഓരോ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ കൊടുക്കും. പിന്നെ പൊതുവായിട്ടുള്ള ആ മന്ത്രത്തിൻ്റെയോ വാക്യത്തിൻ്റെയോ അർത്ഥം അതും നൽകും. അപ്പം നമുക്ക് ഇതൊക്കെ ഈ അർത്ഥങ്ങളും വാക്കുകളുടെ അർത്ഥങ്ങളും ഈ പൊതുവായി അവർ നൽകിയിരിക്കുന്ന അർത്ഥങ്ങളും തമ്മിൽ ചേർത്ത് വെച്ച് നമ്മുടേതായ ഒരു അർത്ഥം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ആ ഉപനിഷത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡായിട്ടാണ് ഈ സ്വാമിമാരുടെ ഈ വ്യാഖ്യാനങ്ങളെ അല്ലെങ്കിൽ തർജ്ജമകളെ നമുക്ക് കാണാൻ പറ്റുക. ആ രീതിയിലാണ് ഞാൻ അതിനെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഈ ഉപനിഷത്തുകളെ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വളരെ യുക്തിപൂർവം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആത്മീയ തത്വങ്ങളാണ്. അതായത് ഉപനിഷത്തുകളിൽ അവതരിപ്പിക്കുന്ന ആത്മീയ ചിന്ത എന്ന് പറയുന്നത് അത് ഒരു കൂട്ടം ആചാരങ്ങളുടെ അല്ല, ഒരു കൂട്ടം പിന്നെ ഇത് വിശ്വാസങ്ങളുടെ അല്ല, ഇതിൻ്റെ ഒന്നും ഒരു 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 സമാഹാരമല്ല. ഇത് സ്വതന്ത്രമായിട്ടുള്ള ഒരു യുക്തിചിന്തയാണ്. ആ യുക്തിചിന്തയെ കവച്ചു വെക്കാൻ അല്ലെങ്കിൽ ആ യുക്തിചിന്തയിൽ സർവ്വ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും തത്വചിന്ത ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ഉപനിഷത്തിൽ വരയ്ക്കുന്ന കള്ളിക്കപ്പുറം പോകുന്ന ഒരു ആത്മീയ ചിന്തയുമില്ല. ഏത് മതത്തിൻ്റെ എടുത്താലും അതിനുള്ളിൽ നിൽക്കും. ഇതിന് എന്താ വെച്ചാൽ ഈ 2 × 2 4 എന്ന് ഒരാൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു ഗണിതശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ എങ്ങനെ ആര് എഴുതി കൂട്ടിയാലും 2+1+1 എന്ന് എഴുതിയാലും ഇതെല്ലാം 4 തന്നെ ആയിരിക്കും. ഇതിനകത്തൊരു ചേഞ്ചും ഇല്ല. അപ്പം അങ്ങനെ ഏറ്റവും അടിസ്ഥാനം പോയി കണ്ടെത്തിയവരാണ് ഭാരതത്തിലെ പൗരാണിക ഋഷിമാർ. ഇത് എനിക്ക് ബോധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓരോ ഉപനിഷത്തുകളും ഓരോ ലേഖനമായി, ഓരോ ഇംഗ്ലീഷ് ലേഖനമായി ഞാൻ indiadivine.org എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 2017 ആകുമ്പോഴാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ 10-11 ലേഖനങ്ങളും അതിന് ഒരു ഉപക്രമവും പിന്നെ ഒരു ഉപസംഹാരവും, അങ്ങനെ 13 മാസങ്ങളായിട്ടാണ് ഇത് പ്രസിദ്ധീകരണം പൂർത്തിയാക്കിയത്. ഈ ലേഖനങ്ങൾ പിന്നീട് പുസ്തകമായിട്ട് ഞാൻ ആമസോൺ ബുക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ലേഖനങ്ങൾ തന്നെ കണ്ടിട്ട് ഇറ്റാലിയൻ യോഗ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന അവരുടെ ജേർണലിൽ ഇത് ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ അനുവാദം ചോദിക്കുകയും ഞാനത് കൊടുക്കുകയും ചെയ്തു. അവർ ഈ അടുത്തിടയ്ക്കാണ് അവർ ആ പ്രസിദ്ധീകരണം ട്രാൻസ്ലേഷൻ പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു എന്നൊരു അറിയിപ്പ് എനിക്ക് തന്നത്. ഇതിൻ്റെ മലയാള പരിഭാഷ ഇപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്, സ്വതന്ത്രമായിട്ട് ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. ഈ ഇംഗ്ലീഷ് വെർഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് ബാംഗ്ലൂരിലെ റൈറ്റ് ഓർഡർ WRITE ഓർഡർ എന്നൊരു പ്രസാധക സ്ഥാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ആമസോൺ ബുക്സിൽ അത് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, അതായത് നമ്മുടെ പൗരാണിക ഋഷിമാരുടെ ചിന്തകളുടെ ശാസ്ത്രീയത നേരിട്ട് അറിയണമെന്നുള്ളവർ, ഉപനിഷത്തുകളുടെ തത്വങ്ങൾ പഠിക്കണമെന്നുള്ളവർ ഈ ഗ്രന്ഥം വാങ്ങിച്ച് വായിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 ഉപനിഷത്തുകളിലൂടെയും 11 ഉപനിഷത്തുകളിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ആത്മീയ തത്വങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അത് മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വേറെ ആത്മീയ തത്വങ്ങളല്ലാത്ത പല കാര്യങ്ങളും ഈ ഉപനിഷത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് ബ്രാഹ്മണങ്ങളുടെയും ആരണ്യങ്ങളുടെയും ഒക്കെ ഭാഗങ്ങളായതുകൊണ്ട് അങ്ങനെ ചില ഈ ഉപനിഷത്ത് തത്വങ്ങളല്ലാത്ത ചില ഭാഗങ്ങളൂടെ അവയിൽ കടന്നു വന്നിട്ടുണ്ട് ചില ഉപനിഷത്തുകളിൽ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ആത്മീയ തത്വങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സ്വീകരിച്ച് അതാണ് ഞാൻ വായനക്കാർക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപനിഷത്ത് തത്വങ്ങൾ പഠിക്കണമെന്നുള്ളവർക്ക് ഈ ബുക്ക് വളരെ പ്രയോജനകരമായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ അത്
വാങ്ങിച്ച് വായിക്കുക. നന്ദി, നമസ്കാരം.